വെൽക്കം ടു എജുപ്ലസ് മലയാളം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന ടോപ്പിക്ക് കമ്മിറ്റി ആൻഡ് കമ്മീഷൻസ് ആണ്. ഇവിടെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റീസും അത് നിലവിൽ വന്ന വർഷവുമാണ് പറയുന്നത്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി നിലവിൽ വന്ന വർഷം 1954. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി നിലവിൽ വന്ന വർഷം 1969. ഗ്രാഫിക്കാർഡിൻ്റെ എക്സ്പാൻഷനാണ് കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നിലവിൽ വന്ന വർഷം 1981. ഗ്രാഫിക്കാർഡ് നിലവിൽ വന്ന വർഷം 1981. അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി നിലവിൽ വന്ന വർഷം 1989. സെൻട്രൽ കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് നിലവിൽ വന്ന വർഷം 1953. എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ ലൈസൻസിങ് ഓഫ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് 2011. എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ ലൈസൻസിങ് ഓഫ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് നിലവിൽ വന്ന വർഷം 2011. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഫ്രെഡറിക് നിക്കോൾസൺ കമ്മിറ്റിയാണ്. ഫ്രെഡറിക് നിക്കോൾസൺ കമ്മിറ്റി അപ്പോയിൻറ്റഡ് ബൈ മദ്രാസ് ഗവൺമെൻറ്. ഫ്രെഡറിക് നിക്കോൾസൺ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് മദ്രാസ് ഗവൺമെൻറ് ആണ്. ഫ്രെഡറിക് നിക്കോൾസൺ കമ്മിറ്റി വാസ് സെറ്റപ്പ് ഇൻ 1892. ഫ്രെഡറിക് നിക്കോൾസൺ കമ്മിറ്റി സെറ്റപ്പ് ചെയ്ത വർഷം ഏതാണ്? 1792. ഫസ്റ്റ് റിപ്പോർട്ട് ഓഫ് ഫ്രെഡറിക് നിക്കോൾസൺ കമ്മിറ്റി വാസ് സബ്മിറ്റഡ് ഇൻ 1895. ഫ്രെഡറിക് നിക്കോൾസൺ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷം 1895. സെക്കൻഡ് റിപ്പോർട്ട് ഓഫ് ഫ്രെഡറിക് നിക്കോൾസൺ കമ്മിറ്റി വാസ് സബ്മിറ്റഡ് ഇൻ 1897. ഫ്രെഡറിക് നിക്കോൾസൺ കമ്മിറ്റി രണ്ടാമത് റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1897. ഹു വാസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ്? ഫ്രെഡറിക് നിക്കോൾസൺ. ഇന്ത്യൻ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രെഡറിക് നിക്കോൾസൺ ആണ്. ഫ്രെഡറിക് നിക്കോൾസൺ കമ്മിറ്റി 2 തവണയാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് സബ്മിറ്റ് ചെയ്ത വർഷം 1895 രണ്ടാമത് സബ്മിറ്റ് ചെയ്ത വർഷം 1897. അടുത്തതായി നമ്മൾ പറയുന്നത് എഡ്വേർഡ് ലോ കമ്മിറ്റിയാണ്. എഡ്വേർഡ് ലോ കമ്മിറ്റി വാസ് സെറ്റപ്പ് ഇൻ 1901. എഡ്വേർഡ് ലോ കമ്മിറ്റി രൂപീകരിച്ച വർഷം 1901. എഡ്വേർഡ് ലോ കമ്മിറ്റി സബ്മിറ്റഡ് റിപ്പോർട്ട് ഇൻ 1904. എഡ്വേർഡ് ലോ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1904. നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എഡ്വേർഡ് ലോ കമ്മിറ്റി 3. നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എഡ്വേർഡ് ലോ കമ്മിറ്റി എത്രയാണ്? 3 മെമ്പേഴ്സാണുള്ളത്. മെമ്പേഴ്സ് ഓഫ് എഡ്വേർഡ് ലോ കമ്മിറ്റി ആ 3 മെമ്പേഴ്സാണ്. ഒന്ന് എഡ്വേർഡ് ലോ, ഡ്യൂപ്പർനെക്സ്, ഫ്രെഡറിക് നിക്കോൾസൺ. എഡ്വേർഡ് ലോ കമ്മിറ്റിയിൽ 3 മെമ്പേഴ്സാണുള്ളത്. എഡ്വേർഡ് ലോ, ഡ്യൂപ്പർനെക്സ്, ഫ്രെഡറിക് നിക്കോൾസൺ. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. ദ ഇയർ ഇൻ വിച്ച് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ അപ്പോയിൻറ്റഡ് 1927. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ അപ്പോയിൻറ്റ് ചെയ്ത വർഷം 1927. റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ഇൻ 1928. റോയൽ കമ്മീഷൻ അഗ്രികൾച്ചറിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷം 1928. ഹു വാസ് ദി ചെയർമാൻ ഓഫ് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ? എച്ച് കാൽവേർട്ട്. റോയൽ കമ്മീഷൻ്റെ ചെയർമാനാണ് എച്ച് കാൽവേർട്ട്. ഇഫ് കോപ്പറേഷൻ ഫെയിൽ ദർ വിൽ ഫെയിൽ ദ ബെസ്റ്റ് ഹോപ്പ് ഓഫ് റൂറൽ ഇന്ത്യ. ഈ കൊട്ടേഷൻ എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. അടുത്ത ടോപ്പിക്കാണ് ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ. ദ ഇയർ ഇൻ വിച്ച് ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ അപ്പോയിൻറ്റഡ് 1914 ഒക്ടോബർ 14. ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ അപ്പോയിൻറ്റ് ചെയ്ത വർഷം 14 ഒക്ടോബർ 1914. ഇൻ വിച്ച് ഇയർ ദ റിപ്പോർട്ട് വാസ് സബ്മിറ്റഡ് ബൈ ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ? 1915. ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷം 1915. ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ ഓൾസോ നോൺ ആസ് മക്ലഗാൻ കമ്മിറ്റി. ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മക്ലഗാൻ കമ്മിറ്റി. നെക്സ്റ്റ് ടോപ്പിക്കാണ് കോഓപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി. ഹു വാസ് ദി ചെയർമാൻ ഓഫ് കോഓപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി? R.G. ശരയ്യ. കോഓപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? R.G. ശരയ്യ ആണ്. വിച്ച് അതോറിറ്റി വാസ് അപ്പോയിൻറ്റഡ് കോഓപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. കോഓപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. ദ ഇയർ ഇൻ വിച്ച് കോഓപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി അപ്പോയിൻറ്റഡ്
1945 to 1946. 1945-46 കാലഘട്ടത്തിലാണ് കോഓപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത്. കോഓപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്ന വർഷം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 1945-46 കാലഘട്ടത്തിലാണ്. ആൻസറായിട്ട് 1945 ഉണ്ടെങ്കിൽ അത് നമുക്ക് ആൻസറായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ടോപ്പിക്കാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഓൾസോ നോൺ ആസ് ഗോർവാല കമ്മിറ്റി. നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഈ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗോർവാല കമ്മിറ്റി. ഇൻ വിച്ച് ഇയർ ഗോർവാല കമ്മിറ്റി അപ്പോയിൻറ്റഡ്? 1951. ഗോർവാല കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്ത വർഷം 1951. ഇൻ വിച്ച് ഇയർ ഗോർവാല കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റഡ്? ഗോർവാല കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷം 1954. ഹു വാസ് ദി ചെയർമാൻ ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി? A.D. ഗോർവാല. ഹു വാസ് ദി ചെയർമാൻ ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി? A.D. ഗോർവാലയാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അപ്പോയിൻറ്റഡ് ബൈ RBI. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, RBI ആണ്. നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ഗോർവാല കമ്മിറ്റി 4. ഗോർവാല കമ്മിറ്റിയിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം 4 മെമ്പേഴ്സാണ് ഉള്ളത്. മെമ്പേഴ്സ് ഇൻ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അല്ലെങ്കിൽ ഗോർവാല കമ്മിറ്റിയിൽ 4 മെമ്പേഴ്സാണുള്ളത്. അവരാരൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്ന് A.D. ഗോർവാല, അടുത്തത് D.R. ഗാഡ്ഗിൽ, അടുത്തത് N.S.R. ശാസ്ത്രി, അടുത്തത് വെങ്കിട്ടപ്പൈ. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയിൽ 4 അംഗങ്ങളാണുള്ളത്. A.D. ഗോർവാല, D.R. ഗാഡ്ഗിൽ, N.S.R. ശാസ്ത്രി, വെങ്കിട്ടപ്പൈ. ഗോർവാല കമ്മിറ്റി took about dash years to complete its work. 3 years. ഗോർവാല കമ്മിറ്റി അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനെടുത്ത വർഷം 3 വർഷമാണ്. വിച്ച് കമ്മിറ്റി റിപ്പോർട്ട് ഈസ് കോൾഡ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോർപ്പറേഷൻ? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് ഏത് കമ്മിറ്റിയാണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. അടുത്ത ടോപ്പിക്കാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ബൈ RBI. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI ആണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അപ്പോയിൻറ്റഡ് ഇൻ 1966 ജൂലൈ. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്ത വർഷം 1966 ജൂലൈയിലാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റഡ് ഇൻ 30th ജൂലൈ 1969. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 30 ജൂലൈ 1969. ഹു വാസ് ദി ചെയർമാൻ ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി? വെങ്കിട്ടപ്പൈ. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? വെങ്കിട്ടപ്പൈ ആണ്. അടുത്ത ടോപ്പിക്കാണ് ബാങ്കിങ് കമ്മീഷൻ റിപ്പോർട്ട്. ബാങ്കിങ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ബൈ ഇന്ത്യൻ ഗവൺമെൻറ്. ബാങ്കിങ് കമ്മീഷൻ രൂപീകരിച്ചത് ഇന്ത്യൻ ഗവൺമെൻറ് ആണ്. ബാങ്കിങ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ 1969 ഫെബ്രുവരി. ബാങ്കിങ് കമ്മീഷൻ രൂപീകരിച്ച വർഷം 1969 ഫെബ്രുവരിയിലാണ്. ഇൻ വിച്ച് ഇയർ ബാങ്കിങ് കമ്മീഷൻ സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട്? 1972. ബാങ്കിങ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1972. അടുത്ത ടോപ്പിക്കാണ് കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് അപ്പോയിൻറ്റഡ് ബൈ RBI. കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് അപ്പോയിൻറ്റ് ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI ആണ്. ഇൻ വിച്ച് ഇയർ കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് ലാൻഡ് ഗവൺമെൻറ് ബാങ്ക് വാസ് സെറ്റപ്പ്? മാർച്ച് 1973. കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് രൂപീകരിച്ച വർഷം 1973 മാർച്ചിലാണ്. ഹു വാസ് ദി ചെയർമാൻ ഓഫ് കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്? മാധവദാസ്. കമ്മിറ്റി ഓൺ കോഓപ്പറേറ്റീവ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ചെയർമാൻ മാധവദാസ് ആണ്. അടുത്ത ടോപ്പിക്കാണ് കമ്മിറ്റീസ് ഓൺ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ്. ഹു വാസ് ദി ചെയർമാൻ ഓഫ് കമ്മിറ്റീസ് ഓൺ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ്? മാധവദാസ്. കമ്മിറ്റി ഓൺ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ചെയർമാൻ ആരാണ്? മാധവദാസ് ആണ്. കമ്മിറ്റീസ് ഓൺ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് വാസ് സെറ്റപ്പ് ഇൻ സെപ്റ്റംബർ 1977. കമ്മിറ്റീസ് ഓൺ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് രൂപീകരിച്ച വർഷം സെപ്റ്റംബർ 1977.
In which year Committees on Urban Cooperative Banks submitted its report? 11th July 1978. ഏത് വർഷമാണ് കമ്മിറ്റീസ് ഓൺ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്? 11 ജൂലൈ 1978. നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്റ്റഡി ടീം ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ്. ഹു വാസ് ദി ചെയർമാൻ ഓഫ് സ്റ്റഡി ടീം ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ്? SD മിശ്ര. സ്റ്റഡി ടീം ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ ചെയർമാനായിരിക്കുന്നത് SD മിശ്രയാണ്. സ്റ്റഡി ടീം ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ് വാസ് സെറ്റപ്പ് ഇൻ 1961. സ്റ്റഡി ടീം ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെറ്റപ്പ് ചെയ്ത വർഷം 1961. ഇൻ വിച്ച് ഇയർ ദ സ്റ്റഡി ടീം ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ് സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട്? 1962. സ്റ്റഡി ടീം ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ് റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1962. അടുത്തതായി പറയുന്ന ടോപ്പിക്ക് അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. ഹു വാസ് ദി ചെയർമാൻ ഓഫ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി? AM ഖുസ്രോ. അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ചെയർമാൻ AM ഖുസ്രോയാണ്. ഇൻ വിച്ച് ഇയർ അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി വാസ് സെറ്റപ്പ്? 1 August 1986. 1/8/1986 അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി രൂപീകരിച്ച വർഷം. അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി സബ്മിറ്റഡ് റിപ്പോർട്ട് ഇൻ 1989. അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1989. അടുത്തതാണ് ഹൈ പവർ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ. ഹു വാസ് ദി ചെയർമാൻ ഓഫ് ഹൈ പവർ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ? ശിവാജി റാവോ പട്ടേൽ. ഹൈ പവർ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ്റെ ചെയർമാൻ ശിവാജി റാവോ പട്ടേലാണ്. ഹൈ പവർ കമ്മിറ്റി അപ്പോയിൻറ്റഡ് ഇൻ 2009. ഹൈ പവർ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്ത വർഷം 2009. ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത് കുറച്ച് ലേറ്റ് നൈറ്റ് ആയിപ്പോട്ടുണ്ട്. എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് വോയിസ് ഓവർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. നാളെ മുതൽ നമ്മുടെ സിലബസ് വൈസ് വീഡിയോസ് എല്ലാം ചാനലിൽ കറക്റ്റ് ടൈമിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കറക്റ്റായിട്ട് പഠിച്ചു പോവുക. നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ എല്ലാ എക്സാമിനും സെയിം സിലബസ് ആണ് വരുന്നത്. അപ്പോൾ CSEBക്ക് പ്രിപ്പയർ ചെയ്തവർ, കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിനെ പ്രിപ്പയർ ചെയ്യുന്നവർ എല്ലാവർക്കും ഈ സിലബസ് ഫോളോ ചെയ്ത് പഠിച്ചു പോകാൻ പറ്റുന്നതാണ്. എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. കറക്റ്റായിട്ട് എല്ലാ ദിവസവും പഠിച്ച് തീർക്കുക.